അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ മക്രോണി പായസം കേട്ടോ. അതിന് വെച്ച് നല്ലോണം മക്രോണി നല്ലോണം പൊടിച്ചെടുക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇടാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ടെടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരെടുക്കാം. ആ നെയ്ത്തിന് നമുക്ക് കുറച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നമുക്ക് മെൽറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലോണം മെൽറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട പഞ്ചസാര ഇപ്പോൾ നല്ല മെൽറ്റായി വരുന്നുണ്ട്. നല്ല മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം പറഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. തീരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൊണ്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പാല് തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കാം. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കായും നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര ഏലക്കായും പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മക്രോണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര നേരത്തെ പൊടിച്ച് ഇട്ട് കൊടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പാല് പാടം എടുക്കാനും മക്രോണി കട്ട് പിടിക്കാനും ഇരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നെയ്യ് ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടെടുക്കാം. നമ്മൾ കുറച്ചുകൂടി നെയ്യ് ഇട്ടെടുക്കണ്ടേ. നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ പായസം റെഡി വന്നോളൂ. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. എന്നിട്ട് തീ ഫ്ലെയിം ഓഫ് ആക്കാം. പായസത്തിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ പായസം. ഇഷ്ടപ്പെട്ടാൽ